നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ തോൽവി പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വയനാട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഹൈക്കമാൻഡ്. ഇക്കാര്യം തീരുമാനിക്കുന്നത് താനല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. മട്ടന്നൂരിലെ ഹജ്ജ് ക്യാമ്പ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പ്രധാനപ്പെട്ട നേതാക്കളെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുന്നിട്ടില്ല. അവിടുത്തെ തോൽവിയെക്കുറിച്ച് ഗൗരവമായിട്ട് അത് പരിശോധിക്കും. അത് KPCC അധ്യക്ഷൻ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ തോൽവിയെക്കുറിച്ച് പഠിച്ചിട്ട് വേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടി സ്വീകരിക്കും. വയനാട്ടിലേക്ക് റീപ്ലേസ്മെന്റ് രാഹുൽ മാറുകയാണെങ്കിൽ എന്നൊക്കെയാണ് ചർച്ചയിലേക്ക് വരുന്നത്. രാഹുൽ ഗാന്ധി മാറി അവിടെ ആരായിരിക്കുന്നത് സാങ്കല്പികമായ ചോദ്യമാണ്. ഞാൻ അതിന് ഉത്തരം പറയില്ല. അങ്ങനെ ഈ മാധ്യമങ്ങളുടെ മുമ്പിലാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്? ഞാനാണോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ആൾ? സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അതിൻ്റേതായ ഒരു മെക്കാനിസം ഉണ്ട്. അത് ചർച്ച ചെയ്തിട്ട് നമ്മൾ പേരുകൾ സമർപ്പിച്ചിട്ട് അങ്ങനെ വന്നാൽ ഏത് സീറ്റിലേക്കാണെങ്കിലും 2 സീറ്റ് മത്സരമുണ്ടല്ലോ, പാലക്കാട് അതുപോലെ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പുണ്ട്. അതിലെ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. മുരളീധരന്റെ വിഷയത്തിൽ ചില മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതിൽ താൻ വീഴില്ലെന്ന് സതീശൻ പറഞ്ഞു. മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാൻ എടുത്ത തീരുമാനം എല്ലാവരും കൂട്ടായി എടുത്തതാണ്. തൃശൂരിലെയും ആലത്തൂരിലെയും പരാജയത്തിൽ ആരെയും നേരത്തെ കുറ്റക്കാരായി വിധിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ലഭിക്കട്ടെ എന്നും വി ഡി സതീശൻ പറഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ചർച്ച നടത്തുന്നത്. അദ്ദേഹമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവല്ലേ. അദ്ദേഹമായിട്ട് മുതിർന്ന ആളുകൾ എല്ലാവരും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെന്ത് ഇത്ര പ്രശ്നം? നിങ്ങൾ കുറച്ച് മാധ്യമങ്ങൾ എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം പോലെ ഈ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. അതായത് 18 സീറ്റിൽ ഉജ്ജ്വലമായ വിജയം നേടിയ UDFന്റെ വിജയത്തിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് ഒരു സംഘടിതമായ ഒരു അജണ്ടയാണ്. ഞാൻ അതിലൊന്നും വീഴില്ല, ആ കെടിയിലൊന്നും വീഴില്ല. അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളല്ലേ, ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത്രയും വലിയ വിജയം 10 പേരാണ് 1 ലക്ഷം വോട്ടിന് മീതെ ജയിച്ചിരിക്കുന്നത്. അതിൽ 4 പേര് 2 ലക്ഷത്തിന് മീതെ, 2 പേര് 3 ലക്ഷത്തിന് മീതെ ജയിച്ച ഉജ്ജ്വലമായ വിജയമാണ്. ആ വിജയത്തിന്റെ ഗ്രേസ് കളയല്ലേ. തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പുത്തരിയാണോ? ആ തോൽവി എന്ന് പറയുന്നത് തോറ്റിട്ടുള്ളതല്ലേ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ എന്തിനാ ഇത് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എടുത്ത തീരുമാനമാണ്. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി എടുത്ത തീരുമാനമാണ്. അതുകൊണ്ടെന്താ തെരഞ്ഞെടുപ്പിൽ തോൽവി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്? അദ്ദേഹത്തിന് ആദ്യമായിട്ടാണോ? അല്ലല്ലോ. തെരഞ്ഞെടുപ്പിലെ തോൽവിക്കിടയായ സാഹചര്യങ്ങളെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുക. അവിടെ മാത്രമല്ല, ചില വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 വി ഡി സതീശൻ എംബാർക്കേഷൻ പോയിന്റിലെത്തിയത്. ഹജ്ജ് തീർത്ഥാടകർക്ക് അദ്ദേഹം ആശംസയും നേർന്നു. ഹജ്ജ് സംസ്ഥാന കമ്മിറ്റി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.